ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് മത്തായിയുടെ വിശുദ്ധ സുവിശേഷം 20-ാം അധ്യായം 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങളാണ്. യേശുനാഥൻ തൻ്റെ ശിഷ്യന്മാരോട് മുന്തിരിത്തോട്ടത്തിലെയും അവിടുത്തെ ജോലിക്കാരെയും കുറിച്ചുള്ള ഒരു ഉപമ പറയുകയാണ്. അപ്പോൾ ഈ ഉപമയുടെ പ്രതിപാദ്യ വിഷയം എന്ന് പറയുന്നത് ഒരു തോട്ടക്കാരൻ ആ മുന്തിരിത്തോട്ടത്തിലേക്ക് ജോലിക്കാരെ അന്വേഷിക്കുകയാണ്. അപ്പോൾ വളരെ രാവിലെ തന്നെ കുറച്ച് ജോലിക്കാരെത്തുന്നു. എന്നാൽ ഈ ഉടമയാകട്ടെ വീണ്ടും ഒരു ദിവസത്തെ പല സമയങ്ങളിൽ രാവിലെ, ഉച്ച, വൈകുന്നേരം എന്നീ സമയങ്ങളിൽ പുറത്തേക്ക് ഇറങ്ങുകയും അവിടെ അലഞ്ഞു തിരിഞ്ഞ് നടന്ന മനുഷ്യരെയൊക്കെ ജോലിക്ക് കയറ്റുകയും വേണം. അതിനുശേഷം അവൻ കൂലി കൊടുക്കുമ്പോൾ എല്ലാവർക്കും ഒരുപോലെ കൂലി കൊടുക്കുകയാണ്. എന്നാൽ ഈ കൂലി സ്വീകരിച്ച ആദ്യം വന്നവർ പിറുപിറുക്കുകയാണ്, ഇവൻ ഞങ്ങളോട് അനീതി കാണിക്കുന്നു. അപ്പോൾ ഈ ഉടമ ചോദിക്കുന്നുണ്ട്, ഞാൻ നിങ്ങളോട് ഒരു അനീതിയും കാണിച്ചിട്ടില്ല, നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞ് തന്ന തുക നിങ്ങൾക്ക് ഞാൻ തന്നിട്ടുണ്ട്. പിന്നെ അവസാനം വന്നവർക്ക് ഞാൻ കൊടുത്തത് ഞാൻ നല്ലവനായതുകൊണ്ടും എൻ്റെ സമ്പാദ്യം ഞാൻ അവരുമായി പങ്കുവച്ചതുമാണ്, അതിന് നിങ്ങൾക്ക് എന്താണ് എന്ന് ചോദിക്കുകയാണ്. ഇപ്പോൾ ഈ ഉപമയിലെ തോട്ടക്കാരൻ, ആ തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ ദൈവമാണ്. അപ്പോൾ ഈ ഉപമ നമ്മളോട് പറയുന്നത് മനുഷ്യൻ്റെ നിസ്സാരമായ അവൻ്റെ ഒരു സ്വഭാവ വൈകല്യമാണ്. അവൻ എപ്പോഴും തനിക്ക് ലഭിച്ചിരിക്കുന്ന നന്മകളെക്കുറിച്ച് ബോധവാനല്ല. അവൻ മറ്റുള്ളവരിലേക്കാണ് അവൻ്റെ കണ്ണ്. അവർക്ക് ലഭിച്ച നന്മകളെക്കുറിച്ച് തമ്പുരാൻ്റെ മുമ്പിൽ പരാതി പറയാനാണ് പലപ്പോഴും മനുഷ്യർ സമയം കണ്ടെത്തുന്നത്. അതിനെക്കുറിച്ചാണ് സുവിശേഷം പറയുന്നത്. മറുസൈഡിൽ ദൈവത്തിൻ്റെ അനന്തമായ കാരുണ്യത്തെയാണ്. അതായത് ഈ പല സമയങ്ങളെന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ പല സമയങ്ങളായിട്ട് നമുക്കെടുക്കാം. അപ്പം നിനക്ക് ദൈവത്തിലേക്ക് എപ്പോൾ വേണമെങ്കിലും തിരിയാം. നിൻ്റെ എല്ലാ സമയങ്ങളിലും തമ്പുരാൻ നിൻ്റെ അടുക്കിലേക്ക് വരുന്നുണ്ട്. അവൻ്റെ മുന്തിരിത്തോപ്പിലേക്ക് നിന്നെ ക്ഷണിക്കാൻ, അവൻ്റെ നന്മയിലേക്കും അവൻ്റെ സ്നേഹത്തിലേക്കും നിന്നെ ക്ഷണിക്കാൻ. നീ ആ ക്ഷണം സ്വീകരിക്കുക എന്നുള്ളതാണ്. അത് നീ ചിലപ്പോൾ നിൻ്റെ ചെറുപ്രായത്തിലും നിൻ്റെ യൗവനത്തിലും ഒക്കെ ദൈവം വരുന്നുണ്ട്, നിനക്ക് സമയം തരുന്നുണ്ട്. എപ്പോൾ നീ ദൈവത്തെ സ്വീകരിക്കാൻ സമ്മതിച്ചാലും ആ സമയം മുതൽ നിനക്ക് ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ആ കൂലിക്കാരന് കൂലി കിട്ടിയതുപോലെ നിനക്ക് ലഭിക്കുമെന്നാണ്. ഇനി സമയമല്ലാതെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എല്ലാ കാലത്തുമുള്ള മനുഷ്യരെയും ദൈവം വിളിക്കുന്നുണ്ടെന്നുള്ളൊരർത്ഥം കൂടിയുണ്ട്. അവനെപ്പോഴും ഓരോ മനുഷ്യരെയും വിളിക്കുന്നുണ്ട് തൻ്റെ സ്നേഹത്തിലേക്ക്. അപ്പോൾ അവിടേക്ക് കടന്നു വരാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മൾ കടന്നു ചെല്ലുക മാത്രം മതി. നമ്മൾ ഇപ്പോഴും എന്നെ ആരും വിളിച്ചില്ല എന്നുള്ള ചിന്തയിലാണ്. തമ്പുരാൻ നേരിട്ട് തന്നെ വന്ന് വിളിക്കുന്നുണ്ട്. യേശുനാഥനിലൂടെ 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് അവിടുന്ന് നേരിട്ട് വന്ന് നമ്മൾ ദൈവരാജ്യത്തിലേക്ക് ക്ഷണിച്ചവരാണ്. നമ്മളും ആ ക്ഷണം സ്വീകരിച്ചവരാണ്. അതനുസരിച്ച് പ്രത്യുത്തരിക്കാൻ, അവൻ്റെ മുന്തിരിത്തോട്ടത്തിലെ ജോലിക്കാരാകാൻ, അവൻ്റെ സ്വന്തമായി തീരാൻ നമ്മൾ ശ്രമിക്കുകയാണ് വേണ്ടത്. ഇനി ഈ തോട്ടത്തിലേക്ക് വന്ന മറ്റു മനുഷ്യർ, അവർക്കും കൂലി ലഭിച്ചിട്ടുണ്ട്, അവർക്ക് പറഞ്ഞ കൂലി ലഭിച്ചു. പക്ഷേ അവരപ്പോഴും തങ്ങൾക്ക് ലഭിച്ച നന്മകളിലല്ല അവരുടെ കണ്ണ്, അവരിലാണ്. അവനെന്തുകൊണ്ട് കൂടുതൽ കൊടുത്തു എന്നാണ് ഇവർ ചോദിക്കുന്നത്. അല്ലെങ്കിൽ അവരെ എന്തുകൊണ്ട് എന്നോടൊപ്പം സമനാക്കിയെന്നാണ്. അപ്പോൾ ദൈവം എല്ലാ മനുഷ്യരെയും ഒരുപോലെയാണ് സ്നേഹിക്കുന്നത്. പാപികളെയും നല്ലവരെയും ഒക്കെ ദൈവം ഒരുപോലെ, അവരെല്ലാം ദൈവത്തിൻ്റെ മക്കളാണ്, ഒരുപോലെ സ്നേഹിക്കുന്നു. അവരെല്ലാം ഒരുപോലെ നന്മയിലേക്ക് വരണമെന്നാണ് തമ്പുരാൻ ആഗ്രഹിക്കുന്നത്. അപ്പം അങ്ങനെ ആഗ്രഹിക്കുന്ന അവൻ്റെ നല്ല മനസ്സിനെയാണ് ഇവർ ചോദ്യം ചെയ്യുന്നത്. അപ്പോൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് തമ്പുരാനോട് നന്ദിയുള്ളവരായാൽ നമ്മുടെ ജീവിതം സന്തോഷപ്രദമാണ്. നമ്മളിപ്പോഴും കിട്ടിയിരിക്കുന്ന നന്മകളെക്കുറിച്ചല്ല, എനിക്ക് കിട്ടിയ നന്മ എന്നതിനേക്കാൾ ഉപരി എൻ്റെ കൂടെയുള്ള മനുഷ്യന് കൂടുതൽ കിട്ടിയ നന്മകളിലാണ് എൻ്റെ കണ്ണ്. എന്നിട്ട് ഞാൻ സങ്കടത്തിലാണ്. എനിക്ക് കിട്ടിയ ആ കൂലിയിലേക്ക് ഞാനൊന്ന് നോക്കുന്ന പോലെ എൻ്റെ ജീവിതത്തിൻ്റെ നന്മ നിറഞ്ഞ നന്ദി അർപ്പിക്കേണ്ടതായിട്ടുള്ള അനേകായിരം കാര്യങ്ങളിൽ എൻ്റെ കണ്ണുടക്കാതെ പോകുന്നു എന്നുള്ളതാണ്. അവിടെയാണ് ഒരു മനുഷ്യൻ തോറ്റുപോകുന്നത്. ഈ ഉപമ നമ്മളോട് പഠിപ്പിക്കുന്നതും തമ്പുരാൻ കാരുണ്യവാനാണ്. എപ്പോഴും നമ്മളെ അവൻ്റെ സ്നേഹത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ടേയിരിക്കുന്നു. അവരൊന്നും എപ്പോഴും കൂലി തരാൻ തയ്യാറുമാണ്, അനുഗ്രഹങ്ങൾ തരാൻ, കൃപകൾ തരാൻ തയ്യാറായി നിൽക്കുകയാണ്. നമുക്ക് ലഭിച്ചിരിക്കുന്ന കൃപകളിലേക്ക് കണ്ണുകൾ നോക്കണം. ഞാൻ എൻ്റെ കൃപകളിലേക്കാണ് നോക്കേണ്ടത്. മറ്റു മനുഷ്യരുടെ കൃപകളിലേക്ക് നോക്കി എൻ്റെ ജീവിതത്തെ സങ്കടപ്പെടുത്തുന്ന ബുദ്ധിഹീനനായ മനുഷ്യനായി നമ്മൾ മാറെടുത്തതാണ്. ഈ സുവിശേഷം ധ്യാനിക്കുമ്പോൾ എനിക്ക് ലഭിച്ച നന്മകളെ ഓർത്ത് തമ്പുരാന് നന്ദി പറയാം. ആ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യേശുനാഥൻ അതിന് നമ്മെ അനുഗ്രഹിക്കട്ടെ.